അതേസമയം ഇപ്പോൾ കോഴിക്കോട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയുടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്കാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയുടെ പ്രതിഷേധം കോഴിക്കോട് നടക്കുകയാണ്. പ്രതിഷേധക്കാർക്ക് നേരെ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിക്കുന്ന പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ദേവപ്രശ്നം വരെ മറയാക്കി തട്ടിപ്പിന് വഴിയൊരുക്കുകയോ എന്നതായിരുന്നു ഇന്ന് പുറത്തു വന്ന വാർത്തകൾ. അതിനിടെ ഇന്നലെ ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ മുരാരി ബാബുവിനെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്ന വിവരം കൂടി ഇന്ന് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ കുറേ നാളുകളായി സജീവ വിഷയത്തിൽ നിൽക്കുന്നു. അതിൽ യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. രാഹുൽ KV വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, ഇത് എവിടെയാണ് പ്രതിഷേധം നടക്കുന്നത്? ഏറെ നേരമായി തുടരുകയാണോ? ദിവിഷ്, കോഴിക്കോട് യുവമോർച്ചയുടെ പ്രതിഷേധം ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്നത് ജലപീരങ്കി അടിക്കുന്ന ദൃശ്യങ്ങളാണ്. രണ്ടാം തവണയാണ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. അതായത് എരഞ്ഞിപ്പാലത്ത് നിന്ന് പ്രവർത്തകർ സംഘടിച്ച് പ്രതിഷേധവുമായി കലക്ട്രേറ്റിലേക്ക് വരികയാണ് ഉണ്ടായത്. പോലീസ് ബാരിക്കേഡ് നേരത്തെ തന്നെ തീർത്തിരുന്നു. ജലപീരങ്കി തയ്യാറായി നിൽക്കുകയായിരുന്നു. പ്രവർത്തകരെത്തി ബാരിക്കേഡ് തള്ളി മറിച്ചിടാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ തന്നെ ജലപീരങ്കി പ്രയോഗിച്ചു. ആദ്യ റൗണ്ട് പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പക്ഷേ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. ബാരിക്കേഡ് തള്ളുക തന്നെയാണ് ചെയ്തത്. ഒപ്പം ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു. അതോടുകൂടിയാണ് രണ്ടാം തവണയും ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. എന്നിട്ടും പ്രവർത്തകർ ഏതായാലും ആ ബാരിക്കേഡിന് സമീപത്ത് നിന്ന് മാറാൻ കൂട്ടാക്കിയിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള UDF-ഉം LDF-ഉം UDF-ഉം സർക്കാർ പിന്തുണയോടുകൂടി നടത്തിയ കൊള്ളയാണ്. കേന്ദ്ര അന്വേഷണം വേണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ. നിലവിൽ നടക്കുന്ന SITയുടെ അന്വേഷണം തൃപ്തികരമല്ല, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം എന്നതടക്കം ആവശ്യങ്ങളാണ് യുവമോർച്ച ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ യുവജനങ്ങളോട് സംസ്ഥാന സർക്കാർ അനീതി തുടരുന്നു, അർഹമായ പരിഗണന, അതുപോലെ ഒഴിവുകൾ, ജോലി നിയമനങ്ങളൊന്നും തന്നെ സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്ന വിഷയം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഏതായാലും യുവമോർച്ചയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോഴിക്കോട് കലക്ട്രേറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. 50-ലധികം പ്രവർത്തകരാണ് സംഘടിച്ച് പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. ഏതായാലും രണ്ടാം തവണ ജലപീരങ്കി പ്രയോഗിച്ച് അത് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ബാരിക്കേഡിന് മുൻപിൽ നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ശരി. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് യുവമോർച്ചയുടെ പ്രതിഷേധം കോഴിക്കോട് നടക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.